ഹായ് വ്യൂവേഴ്സ്, എൻ്റെ പേര് ഷെർബി താജ്. ഞാനൊരു കമ്പ്യൂട്ടർ സയൻസ് അധ്യാപകനാണ്. ഞങ്ങളുടെ ഏറ്റവും പുതിയ ചാനലായ ഇൻഫോസിറ്റി എജു മീഡിയയിൽ കൂടെ ഞങ്ങൾ ഒരുപാട് എഡ്യൂക്കേഷണൽ ഓറിയൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നുണ്ട്. ഫസ്റ്റ് ഞങ്ങൾ അവതരിപ്പിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് ടാലി ERP GST എനേബിൾഡ് ആയിട്ടുള്ള ടാലി ERP 9 ആണ്. വളരെ സിമ്പിളായിട്ട് അക്കൗണ്ടിങ്ങിൻ്റെ ബേസ് പോലും അറിയാത്ത ആൾക്കാർക്ക് വരെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞങ്ങൾ ടാലി വീഡിയോ ചെയ്തേക്കുന്നത്. ടാലി വീഡിയോ മാത്രമല്ല, ടാലി പോലെ തന്നെ നമ്മുടെ 9th 10th ക്ലാസ്സുകളിലെ കുട്ടികൾക്കായിട്ടുള്ള സ്റ്റേറ്റ് Cbse ക്ലാസ്സിലെ കുട്ടികൾക്കായിട്ടുള്ള മാത്സ് ഫിസിക്സ് വീഡിയോ ക്ലാസ്സുകളും അതേപോലെ തന്നെ +1 +2 കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ്സുകളും ഞങ്ങളുടെ വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ എങ്ങനെ ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യാം, ഈസി ആയിട്ടുള്ള ആൻസർ ടിപ്സുകളും എല്ലാം ഞങ്ങളുടെ വീഡിയോസിൽ കൂടെ നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റും. ഈ വീഡിയോ എൻ്റെ കൂടെ എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ വൈഫ് മിസ് ബീമയും കൂടെ ഉണ്ട്. ഹായ്, എൻ്റെ പേര് ബീമ. ഞാനൊരു അധ്യാപിക കൂടിയാണ്. ഞാനാണ് ടാലി, ഫിസിക്സ്, മാത്സ് എന്ന സബ്ജക്റ്റുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. നല്ല സിമ്പിൾ മെത്തേഡിലൂടെ നമുക്ക് എങ്ങനെ മാത്സ് സോൾവ് ചെയ്യാം എന്നൊക്കെയുള്ള അടിപൊളി ട്രിക്സുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്താൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വ്യൂ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കാണുക. ഞങ്ങളുടെ വീഡിയോസ് എല്ലാവരും കണ്ടാൽ മാത്രം പോരാ, ഞങ്ങളുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് ആദ്യ വീഡിയോ ടാലിയിലേക്ക് പോകാം. ഹായ് വ്യൂവേഴ്സ്, അപ്പോൾ നമ്മളിന്ന് ടാലിയുടെ ഫസ്റ്റ് പാർട്ടായ എങ്ങനെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കമ്പനി എന്ന് വെച്ചാൽ നമ്മളിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്കൂളായാലും ഒരു ബാങ്ക് ആയാലും ഒരു ഓഫീസായാലും എന്ത് തന്നെ ആയാലും നമ്മൾ ടാലിയിൽ നമ്മൾ കമ്പനി എന്നാണ് വിളിക്കുന്നത്. സോ നമുക്ക് എങ്ങനെ ടാലിയുടെ ഫസ്റ്റ് പാർട്ടായ എങ്ങനെ ഒരു കമ്പനി നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. എല്ലാവരും ഇങ്ങോട്ട് നോക്കൂ, നമുക്ക് എങ്ങനെ പഠിക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഫസ്റ്റ് പാർട്ടാണ് ഹൗ ടു ക്രിയേറ്റ് എ കമ്പനി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഡെസ്ക്ടോപ്പിൽ ടാലി ERP 9 ഒരു ഐക്കൺ കണ്ടല്ലോ, അത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാ എനിക്കിവിടെ ഒരു സ്ക്രീൻ വന്നിട്ടുണ്ട്, കമ്പനി ഇൻഫോ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ടാലിയിൽ ഒന്നിലധികം കമ്പനികൾ ക്രിയേറ്റ് ചെയ്യാം, എത്ര വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്രിയേറ്റ് കമ്പനി കൊടുത്തു. അപ്പോൾ അതാ എനിക്കൊരു പേജ് വന്നു, കമ്പനി ക്രിയേഷൻ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഡയറക്ടറി എന്ന് വെച്ചാൽ നമ്മുടെ ഹാർഡ് ഡിസ്കിൽ നമ്മൾ സേവ് ചെയ്ത ഫയൽസ് എവിടെയാണ് കിടക്കുന്നതെന്നുള്ള ലൊക്കേഷനാണ്. അത് കഴിഞ്ഞ് നെയിം, എൻ്റെ കമ്പനിയുടെ പേര് ഞാൻ കൊടുക്കുവാണ്. ഇൻഫോസിറ്റി എന്ന് പറഞ്ഞൊരു പേര് ഞാൻ കൊടുക്കുവാണ്, ഇൻഫോസിറ്റി IT സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു. അത് ഞാൻ കൊടുത്തു. അടുത്ത എൻ്റർ അടിച്ചു. മെയിലിംഗ് നെയിം അത് തന്നെ ഇരിക്കട്ടെ. അഡ്രസ്സ് ഞാൻ ജസ്റ്റ് കൊല്ലം എന്നങ്ങ് കൊടുക്കാം. പിന്നെ അടുത്തത് നമ്മുടെ ഏത് രാജ്യത്തിൻ്റെ ടാക്സാണ് നമ്മൾ ചെയ്യുന്നത്, ഇന്ത്യയാണ്. സോ ഞാൻ ഇന്ത്യ കൊടുത്തു. പിന്നെ സ്റ്റേറ്റ് നമുക്ക് ഏത് കൊടുക്കാം, ഇവിടെ കേരള എന്ന് പറഞ്ഞ സ്റ്റേറ്റ് കൊടുത്തു. ഒരു പിൻകോഡ് ജസ്റ്റ് നമുക്ക് കൊടുക്കാം. പിന്നെ ടെലിഫോൺ നമ്പർ, ഇമെയിൽ അതൊക്കെ കൊടുക്കണം. കറൻസി സിമ്പൽ റുപ്പീസ്. മെയിൻറ്റെയിൻ എന്ന് പറയുന്നത് അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രിയിൽ അക്കൗണ്ട്സ് ഉള്ളിയുണ്ട്, അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി ഉണ്ട്. നമ്മളെപ്പോഴും കൊടുക്കേണ്ടത് അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി ആണ്. അത് കൊടുത്താൽ മാത്രമേ ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, കമ്പനിയുടെ ക്ലോസിംഗ് ബാലൻസ് റിപ്പോർട്ട്, അതുപോലെ തന്നെ എല്ലാം നമുക്ക് അറിയാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി കൊടുക്കുക. പിന്നെ ഫിനാൻഷ്യൽ ഇയർ നമ്മുടെ സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ 1 അപ്പോൾ അത് നമ്മൾ കൊടുക്കണം. അപ്പം നമ്മളിപ്പോൾ 2020 ആയതുകൊണ്ട് 1/4/2020 എന്ന് കൊടുക്കണം. പിന്നെ ബുക്സ് ബിഗിനിങ് ഫ്രമും സെയിം തന്നെയാണ് കൊടുക്കേണ്ടുള്ളത്, 1/4/2020 എന്ന് കൊടുക്കണം. പിന്നെ ടോലി വോൾട്ട് പാസ്വേഡ് ഇഫ് എനി എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടല്ലോ, അത് നമുക്ക് പാസ്വേഡ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് പാസ്വേഡ് കൊടുക്കാം. ഇവിടെ നോക്കി യൂസ് സെക്യൂരിറ്റി കൺട്രോൾ നോയാണ്. നമ്മൾ എസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു പാസ്വേഡ് നമ്മൾ കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ എസ് കൊടുത്തു. എസ് കൊടുത്ത് എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ നെയിം ഓഫ് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ പേര് ചോദിക്കും. അവിടെ നമുക്ക് ബീമ എന്ന് കൊടുക്കാം. പിന്നെ നമ്മുടെ പാസ്വേഡ് കൊടുക്കണം. പാസ്വേഡ് നമുക്ക് എന്ത് കൊടുക്കുക, ഇവിടെ ഞാൻ duwa@123 എന്നാണ് കൊടുക്കുന്നത്. duwa@123 എന്നുള്ള പാസ്വേഡ് ഞാൻ കൊടുത്തു. അതൊന്നുകൂടി നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കണം, duwa@123. പിന്നെ യൂസ് ടാലി ഓഡിറ്റ് ഫീച്ചേഴ്സ്. ആ യൂസ് ടാലി ഓഡിറ്റ് ഫീച്ചേഴ്സ് എന്നുള്ളത് നമ്മൾ എസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലെഡ്ജറുകൾ, വൗച്ചറുകൾ ഇവ ട്രാക്ക് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഓഡിറ്റർ അഡ്മിനിസ്ട്രേറ്ററിന് മാത്രമേ അങ്ങനെയുള്ള കാര്യങ്ങൾ, ലെഡ്ജർ, വൗച്ചർ അങ്ങനെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണം, ഒരു വ്യതിയാനം വരുത്തണമെങ്കിൽ നമ്മൾ എസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓഡിറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററിന് മാത്രമേ പറ്റത്തുള്ളൂ. നോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും അത് വ്യതിയാനപ്പെടുത്താൻ
പറ്റുന്നില്ല. അപ്പോൾ നമ്മളത് എസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓഡിറ്ററിന് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററിന് എന്തെങ്കിലും മാറ്റം പെടുത്താം. നമ്മളിപ്പോൾ നോ കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ബേസ് കറൻസി സിമ്പിൾ, നമ്മുടെ കറൻസി ഏതാണ്? റുപ്പീസ്, അത് കൊടുത്തു. ഫോർമൽ നെയിം എന്താണ് വിളിക്കുന്നത്? ഇന്ത്യൻ റുപ്പി എന്നാണ്. പിന്നെ നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ് നമ്മൾ 2 കൊടുത്തു. പിന്നെന്താണ്? എമൗണ്ട്, ഈ സിമ്പിൾ സഫിക്സ് ടു എമൗണ്ട്, സിമ്പിളിൻ്റെ കൂടെ എമൗണ്ടും കൂടി വേണമെന്ന്, അത് നമ്മൾ നോ കൊടുത്തു. ഡെസിമൽ പോർഷൻ കഴിഞ്ഞ് വരുന്ന പൈസയാണല്ലോ, 10 റുപ്പീസ് 20 പൈസ, അല്ലെങ്കിൽ 100 റുപ്പീസ് 50 പൈസ, അങ്ങനെ. പിന്നെ ഷോ എമൗണ്ട് ഇൻ മില്യൻസ് നോ കൊടുക്കാം. എമൗണ്ട് സിമ്പിളിനിടെ സ്പേസ് വേണമെന്ന് എസ് കൊടുക്കാം. പിന്നെ എന്താണ്? ഡെസിമൽ പ്ലേസസ് ഫോർ പ്രിൻറ്റിങ് എമൗണ്ട് ഇൻ വേർഡ്സ്, അതാണ് പോയിന്റിന് ശേഷം എത്ര അക്കം വേണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് എവിടെ നൽകുന്ന സംഖ്യ അനുസരിച്ചായിരിക്കും. അപ്പം പോയിന്റിന് ശേഷം എത്ര അക്കം വരണം, അതായത് നമുക്കിപ്പം പോയിന്റിന് ശേഷം 2 അക്കമാണെങ്കിൽ 2, 1 അക്കമാണെങ്കിൽ 1, 3 അക്കമാണെങ്കിൽ 3. അതെനിക്ക് 2 അക്കം വേണ്ടുള്ളത് കൊണ്ട് ഞാൻ 2 കൊടുത്തു. എന്നിട്ട് എൻ്റർ അടിച്ചപ്പോൾ ഇങ്ങനെ അക്സെപ്റ്റ് എസ് ഓർ നോ വന്നു. അതിൽ ഞാൻ എസ് കൊടുത്തപ്പോൾ നമ്മളിവിടെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ കമ്പനിക്ക്. പാസ്വേഡ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു സ്ക്രീൻ കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇങ്ങനൊരു സ്ക്രീൻ വരില്ല. അപ്പം നമ്മുടെ നെയിം ഓഫ് യൂസർ കണ്ടല്ലോ, അതിനകത്ത് ഭീമ എന്ന് ഞാൻ കൊടുത്തു. അടുത്തത് പാസ്വേഡ് ഇഫ് എനി, ഞാൻ duat123 എന്നാണ് കൊടുത്തത്, അതുകൂടി അങ്ങ് കൊടുക്കാം. അത് രണ്ടും കൊടുത്ത് എൻ്റർ അടിച്ചപ്പോൾ അതെങ്ങനെ വന്നു. എൻ്റെ കമ്പനി ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ദാ നോക്കിയേ, നെയിം ഓഫ് കമ്പനി ഇൻഫോസിറ്റി IT സൊല്യൂഷൻസ്, നോ വൗച്ചേഴ്സ് എൻ്റേർഡ്. ഇതുവരെ നമ്മൾ ഒരു വൗച്ചേഴ്സും എൻ്റർ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള പാർട്ടുകളും തുടർന്നും കാണുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് പാർട്ട് 2മായി കാണാം. അതുവരയ്ക്കും ടാറ്റാ.